ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര കാറ്റും മഴയും ആകെ ഇത്. ഇപ്പം ഞാൻ വിളിച്ച് കറണ്ട് ഇപ്പോൾ പോകുന്നുണ്ടാന്ന് പേടിച്ച് പഠിച്ചാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ എണ്ണ തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കവളിയിലെ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മഴയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വെള്ളം നനഞ്ഞിട്ട് എൻ്റെ പൗഡറെല്ലാം കൂടെ ഒട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യെങ്ങാനും തട്ടിയിട്ട് എണ്ണ മറിഞ്ഞ് വീണെങ്കിലാന്ന് വെച്ചിട്ട് അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അത് അടച്ചു വെക്കുകയാണ് കേട്ടോ. ചിലവരെയൊക്കെ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മുമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൽ വെച്ച് വെക്കും കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഈ എണ്ണേൻ്റെ തുള്ളി വീണ് അത് നിറയാനായിട്ടാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ തട്ടിയെങ്ങനെ വീണെങ്കിൽ എണ്ണേൻ്റെ വെള്ളയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ബാക്കി ഞാൻ ആ കവറിലുള്ള തുള്ളിയൊക്കെ പിന്നീട് എടുക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരമാണ് രാത്രിയിലത്തേക്കുള്ള ഫുഡാണ് കേട്ടോ. അപ്പം ഞാൻ വിളിച്ചൊരു ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെക്കാം. അങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ട് പിന്നെ ഇതാണ്. അപ്പോൾ ഈ റൈസ് കഴുകി അതിലേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ ആ അബദ്ധം മനസ്സിലാക്കണത്. എന്താണ് ഇത് മന്തി റൈസായിരുന്നു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീരകശാല റൈസാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അത് വെക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫേർട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി റൈസാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഇത് ആദ്യമായിട്ട് തന്നെ വെക്കണായിട്ട് ഞാൻ എന്തായാലും അത് ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് വരട്ടിയിട്ട് അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം വെക്കണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തായി തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മളതിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി കറി വെച്ച് കളയാമെന്ന് വിചാരിക്കാനായിട്ടോ. 2 ദിവസമായി അത് വാങ്ങിയിട്ട്. അപ്പോൾ അതിന്നിപ്പം നമുക്ക് കറി വെക്കാം, രാത്രിയായല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ നിങ്ങൾ തടിയൊക്കെ കൂടുതലാണല്ലോ, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാത്ത എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലെഗിന് കുറച്ച് പ്രശ്നങ്ങളാണ്. കാലിൻ്റെ മുട്ടിന് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഓടാനും ചാടാനൊന്നും വയ്യ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇത് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പല രീതിയിലും. അപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞാലും അതുപോലെ തന്നെ കൂടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും, അതുപോലെ തന്നെ കൂടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ എന്തായാലും എൻ്റെ വെയിറ്റും കുറച്ചിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസും ഇടുവാണ്. അപ്പോൾ ഈ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോണേന്നുള്ളത് നിങ്ങൾ കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഇനിയിപ്പം ചിക്കൻ കറിയും വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം എന്താണ് പിന്നെ ചന്തൂട്ടിന് സ്കൂൾ മാറ്റണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവന് സ്റ്റേറ്റിലോട്ട് വിടണം. അവനിനി 9th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ സ്റ്റേറ്റാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സ്റ്റേറ്റിലോട്ട് വിടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. അങ്ങനെ അവർക്ക് എന്താണ് ഇഷ്ടം, അതായത് എളുപ്പം, അത് അങ്ങനെ പഠിച്ചു പോകാനാണ് താല്പര്യം. അതിനേക്ക് വിടുന്നതാണല്ലോ നമ്മൾ നല്ലത്. നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത 2 വർഷം നല്ല പാടാണ് കേട്ടോ. 9th 10th ആണ്. അപ്പോൾ അതിന് നമ്മൾ നല്ലവണ്ണം എഫോർട്ട് എടുത്ത് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനസ്സൊക്കെ നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ. ഈ ആവശ്യമില്ലാത്ത ഫോൺ കുത്തലെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് അവന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റി വെക്കണം അതൊക്കെ പറഞ്ഞിരിക്കാനായിട്ടോ. കാരണം നമ്മളെ മക്കൾ നല്ല നിലയിലെത്തുന്ന കാണാനല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതല്ലേ നമ്മളെ സന്തോഷം. അപ്പോൾ ഇന്നിപ്പം ഞാൻ തന്നെ നമ്മളെ മന്തി എന്തായി തീരുമെന്നൊന്നും അറിയാൻ വയ്യ. അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചിക്കൻ കറിയും വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല തകർത്ത് പെയ്യാണ്. അപ്പോൾ ഞാൻ ഏത് നിമിഷവും കറണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഉള്ളതിൽ ഇരിക്കുകയാണ് കേട്ടോ. എപ്പോൾ വേണോ പോവാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രി 8 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് പോകുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്ത് കളയാമെന്നൊക്കെ പറഞ്ഞ് പടപടേന്ന് ജോലിയൊക്കെ തീർക്കുകയാണ് കേട്ടോ.
അപ്പോഴത്തേക്ക് ഞാൻ ഈ മന്തി ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് നോക്കണുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇച്ചിരി കൂടി പോയിട്ടോ. അപ്പോൾ എനിക്കിനിയിപ്പം ടെൻഷനായിട്ട് വയ്യ. ഞാനിട്ട ഉപ്പും ഇത്തിരി കൂടി പോയി. അതാണെങ്കിൽ ആ റൈസ് നല്ല പശ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ പറ്റി പോയിട്ട് ഇന്നത്തെ ബിരിയാണി ഫ്ലോപ്പായി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചിട്ട് വരണയിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ വീണ്ടും പോയിട്ട് മന്തിയുടെ കാര്യമൊക്കെ നോക്കുകയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഈ വർഷം വെയിറ്റ് കുറയ്ക്കാം ഉറപ്പായിട്ടും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ ഒന്ന് വണ്ണം കുറഞ്ഞ് കാണണമെന്നുള്ളത്. അപ്പം ഒരു 3 വർഷമേ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ആയിട്ട്. ഇതിന് മുന്നേ ഞാൻ ഒരു 30 കിലോ കുറച്ചതാണ് കേട്ടോ. ഒരു മാസം കൊണ്ട് 8 കിലോയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമ്മളെ വെയിറ്റ് ഇങ്ങോട്ട് തിരിച്ച് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് തിന്ന് നോക്കണത് ഉപ്പ് കൂടിയിട്ടാണ്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മന്തിയൊക്കെ കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് എന്തായാലും ഉപ്പും കൂടിയിട്ടുണ്ട്. അതുമാതിരി കുഴഞ്ഞൊരു പരുവായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏട്ടൻ വന്ന് അത് കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുറ്റി പുട്ടും കൂടെ സേഫ്റ്റിക്ക് വേണ്ടി അവിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീണ്ടും വന്നത് കഴിച്ച് നോക്കുകയാണ്. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഉപ്പുണ്ട് ഞാൻ ടെൻഷനായി കേട്ടോ. ആകെപ്പാടെ വെപ്രാളായി കേട്ടോ. ഈ ഉപ്പ് കൂടി ഇനിയിപ്പോൾ ഇനി ഇതിപ്പോൾ എടുത്ത് കളയേണ്ടി വരുമോ അതോ ആരും കഴിക്കൂലേ? ആകെപ്പാടെ വിഷമമായിട്ടിരിക്കുകയാണ്. എൻ്റെ മുഖം കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഒരു ിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വാതിലിൽ കൂടി പിശറടിക്കുകയാണ് കേട്ടോ. പിശറെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ മഴയും കാറ്റും കൂടെ ഒരുമിച്ച് വരുമ്പം അടിച്ച് കയറി വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ ഒരു വാതിലുണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട്. നമ്മളെ ചോമിയമ്മ ഇറങ്ങി പോകുന്നൊരു വഴിയില്ല, ആ വഴിയിലെ വാതിലാണേ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു മാസം ഇങ്ങനെ വെള്ളം അടിച്ച് കയറുന്ന ഒരു സമയമുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കാനും ഞാൻ ചിലപ്പോൾ ഏതോ ഒരു മാസം കാറ്റും മഴയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളം അകത്ത് കയറി വരും കേട്ടോ. അപ്പോൾ അത് ഏത് മാസവും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മെയ് മാസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ ഈ ചന്തൂട്ടനെങ്ങാനും കയറി വരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ചവിട്ടി തലയടിച്ച് വീഴും. അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അത് വേഗം തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ വെള്ളം തറ തുടയ്ക്കണ പോലെയല്ല, ഈ വെള്ളം കെട്ടി കിടക്കുന്നത് തുടയ്ക്കാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ അങ്ങോട്ട് തുടച്ച് മാറ്റി എടുക്കുകയാണേ. അപ്പോഴത്തേക്ക് ഈ ഒരു മാസമാണ് നമ്മളെ വെള്ളം ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ വരുന്നത്. 4 സൈഡിൽ നിന്ന് വെളിയിലൊന്നും ആ സമയം ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. നമ്മളെ മുഖത്തും ദേഹത്തും ഒക്കെ വെള്ളം പടപടാന്ന് തെറിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിയണോ നല്ല കാറ്റും മഴയും കണ്ടോ വെള്ളം അടിച്ച് കയറി വരാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കുറേ അധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എനിക്ക് നിരന്തരം ഇത് തന്നെയാണ് പണി കേട്ടോ. എപ്പോഴും കാണും എനിക്ക് പാത്രം കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെക്കട്ടെ. അപ്പോൾ ഈ ഇരിക്കുന്ന മഞ്ഞ ലിക്വിഡ് കണ്ടോ, ഇത് ഞാൻ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 100 രൂപയാണ് കേട്ടോ. ഞാൻ പറയും 10 രൂപയല്ല 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നല്ല ലിക്വിഡാണ് കേട്ടോ. ഇത് നമ്മൾ കിളി വിളിക്കുന്ന സൗണ്ട് ഇല്ലേ, അതുപോലെ ഞാൻ ഇത് എല്ലാത്തിലും എടുത്ത് യൂസ് ചെയ്യും കേട്ടോ. പാത്രം കഴുകാനും പിന്നെ അതുപോലെ എല്ലാം തുടയ്ക്കാനും ഒക്കെ നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഈ ആളുകൾ ഈ കൊണ്ടൊക്കെ വരത്തില്ലേ ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ, അതൊക്കെ ചിലതൊക്കെ നല്ല ഇതുപോലത്തെ ഇതാണ് കേട്ടോ, മണവും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൂടിയ വില കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തേയിലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല പളാന്നിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പുട്ടിൻ്റെ തേങ്ങയൊക്കെ തരുവാണേ. അപ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഇപ്പോൾ പുട്ട് അവിച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മൾ ബിരിയാണി ഫ്ലോപ്പാണ് കേട്ടോ. അത് പശ ഒട്ടി ഉപ്പൊക്കെ കൂടിയിട്ടിരിക്കുകയാണ്. അപ്പം വന്നിട്ട് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അതാവില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പുട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പുട്ട് വയ്ക്കാനായിട്ടോ. പക്ഷേ
എന്നിട്ട് ഞാൻ വീണ്ടും വന്നത് കഴിച്ച് നോക്കുകയാണ്. എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്, ഇത് മൊത്തം ഇന്ന് കളയേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചില്ലിടാതെയാണ് പുട്ടിൻ്റെ മാവെല്ലാം വാരിയിട്ടത്. സത്യം പറഞ്ഞാൽ ഈ റൈസ് ഫ്ലോപ്പായതിൻ്റെ ടെൻഷനിലായിരുന്നു കേട്ടോ. പിന്നെ കുറേ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ടോ. അപ്പോൾ മഴയൊക്കെ ആടി തിമിർത്തൊന്ന് അവസാനിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഒരു കവർ ഇങ്ങനെ ഒരു കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്താണ് ഞാൻ പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചോമിയമ്മ വന്നിട്ട് അത് നിറയുമ്പോഴത്തേക്ക് എടുത്തിട്ട് പോകും കേട്ടോ, പ്ലാസ്റ്റിക് കവറുകളൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കതക് ഒന്ന് അടച്ചിട്ടേക്കാം, ഇല്ലെങ്കിൽ നമ്മളെ പൂച്ചക്കൂട്ടം വന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് പോകും കേട്ടോ. എന്ത് സാധനം എഴുതാലും അടിച്ചു മാറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കതക് അടച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ മഴയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മളെ പുട്ടായിട്ടുണ്ട്, ചിക്കൻ കറി ആയിട്ടുണ്ട്, പിന്നെ നമ്മളെ റൈസും ആയിട്ടുണ്ട്. അങ്ങനെ ആകെപ്പാടെ ശീലിച്ചപ്പോൾ വെള്ളം കുടിക്കുകയാണ്. അപ്പം നിങ്ങൾ മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുടിക്കാതിരിക്കുകയാണോ? വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ പോയി മട വെള്ളം കുടിക്കും കേട്ടോ. അപ്പം നമ്മളെ മഴയൊക്കെ തോന്നു നിൽക്കുകയാണ്. അപ്പോൾ വേണ്ടേ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ ഈ ഒരു പരുവാണ് തന്നെ. ഈ ഒരു വളർന്ന് നിൽക്കുന്ന വള്ളി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തണ്ണിമത്തനാണ് കേട്ടോ. ഞാൻ തണ്ണിമത്തൻ്റെ കുരു ഇട്ട് വളർത്തിയതാണ്, പക്ഷേ ഒരു ജീവനില്ലാതെയാണ് വളർന്ന് നിൽക്കുന്നത്. അതൊന്ന് ഇളക്കി മാറ്റി നടണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ മഴയൊക്കെ തോന്നു നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഏത് പരുവം എത്തിയെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ദിവസം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ നീളം വെച്ച് വരുവാണ്. ചെറിയൊരു കുഞ്ഞ് തൈ ഞാൻ വാങ്ങി നട്ടിട്ട് ഒരു മാസമേ ആയിട്ടുള്ള, അതിനകത്ത് തന്നെ അത് നീളം വെച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ആ കമ്പിയിലൊക്കെ ഒന്ന് കെട്ടി വെച്ച് പടർത്തി വിടണം. അപ്പം നല്ല ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കാഴ്ച കിടക്കും കേട്ടോ. അതപ്പം നമുക്ക് പറിച്ച് കഴിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ വളർത്താണ് നമ്മളെ ഫാഷൻ ഫ്രൂട്ടിനെ. അപ്പം നാളെ ഇതിനെ എല്ലാം കമ്പിയിൽ ഇങ്ങനെ കെട്ടി പടർത്തിക്കണം. ഇത്രയും നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ കെട്ടി വെച്ചതാണ്. അതിനകത്ത് ഇത്രയും നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്ന പടി ഇതാണ് കേട്ടോ. ദേണ്ട അവിടെ ഗേറ്റ് കാണാമല്ലേ. അപ്പോൾ ഹോം ടൂർ എടുക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് പടിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ വീട്ടിലാണ് കേട്ടോ നമ്മളെ ചോമിയമ്മ താമസിക്കുന്നത്. നമ്മൾ മുകളിലത്തെ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം നമ്മളെ മഴയൊക്കെ ആടി തിമിർത്തൊരു ഇതായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇത് ചൂടെടുക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. എൻ്റെ പൗഡർ ഒട്ടിയിരുന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അപ്പോൾ പൗഡർ ഇട്ടിരുന്നുകൊണ്ട് ഒന്നും വിചാരിക്കൂലല്ലേ. അതിപ്പോൾ കുഴപ്പമില്ലല്ലോ, നമ്മളൊരു ഫാമിലിയല്ലേ. അപ്പം ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവിലാണ് കേട്ടോ. അവിലിൽ നല്ല ശർക്കര പാനിയിട്ട് കുഴച്ച് എനിക്ക് ചോമിയമ്മ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ചോമിയമ്മ വന്നതൊക്കെ വീഡിയോയിൽ എടുത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ചോമിയമ്മ കൊണ്ട് തന്നതാണ്. നല്ല അവിലിൽ നല്ല ശർക്കര പാനി ഒഴിച്ച് കുഴച്ചെടുത്ത സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ശർക്കരയിട്ട് വെക്കുന്ന അവിലൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ, നെറ്റ്ഫ്ലിക്സിൽ വല്ല സിനിമയുണ്ടോ എന്താണെന്നുള്ളത്. അങ്ങനെ നോക്കി അവസാനം ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് കേട്ടോ. അത് കൊള്ളാം കേട്ടോ, നയൻതാര മീര ജസ്മിനൊക്കെ ഉള്ള. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്തൂരൻ താഴെയാണ്. ചേട്ടൻ വരെ ലേറ്റ് ആവും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കതവൊക്കെ ക്ലോസ് ചെയ്തിട്ട് TV കണ്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ആ സിനിമ കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ ബൈ.